എടാ നീ എവിടെയായിരുന്നു? നിന്നെ ഞാൻ എത്ര മിസ് കോൾ അടിച്ചെന്ന് നോക്കി ആരും വെക്കുന്നത്? 10-30 മിസ് കോൾ ഞാൻ വിളിച്ചു തന്നെയാണ് നിന്റെ മൊബൈലിൽ. എനിക്കറിയാം നീ ഇവിടെ തന്നെ കാണുമെന്ന് എനിക്കറിയാം. കാര്യം എന്ത് സന്തോഷം വന്നാലും സങ്കടം വന്നാലും നീ ഇവിടെ തന്നെയാണ് വന്നിരിക്കുന്നത്. എന്താണ് നിന്റെ പ്രശ്നം? അത് നീ പറ, നമുക്ക് പരിഹരിക്കാം. അല്ലെ ഞാൻ മനഃപൂർവ്വം എടുക്കാത്തല്ലടാ, നിന്റെ ഒന്നും പറയാത്തല്ല. എനിക്ക് അറിഞ്ഞുകൂടാ എത്ര ദിവസമാണെന്നറിയാം ഞാൻ സന്തോഷിച്ചു നേരെ ഉറങ്ങിയിട്ട് വല്ലതും കഴിച്ചിട്ട്. മനുഷ്യനാണെങ്കിൽ ചാവാനുള്ള മരുന്നിട്ടാണ് ജീവിക്കാൻ തന്നെ തോന്നില്ല. നിന്റെ മൂക്കാമണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും. നിനക്ക് ചാവണോടാ? നിന്റെ പ്രശ്നം എന്താ? നിനക്ക് ജീവിതത്തിൽ നിനക്ക് ചാവാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നങ്ങളും നിന്റെ ജീവിതത്തിൽ ഇല്ല. അതെനിക്കറിയാം. ഒന്നില്ലെങ്കിൽ നമ്മൾ കൊച്ചിലെ തൊട്ട് നിന്റെ പ്രശ്നങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു, എന്റെ പ്രശ്നങ്ങൾ നിന്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ കളിച്ചു വളർന്നവരാണ് നമ്മൾ. നിനക്ക് ജീവിതത്തിൽ ചാവാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നങ്ങളില്ല. നിന്റെ പ്രശ്നങ്ങൾ എന്തിനാണ് പറഞ്ഞത്? ഞാൻ പരിഹരിച്ചു. അല്ലെ നിന്റെ മനഃപൂർവ്വം പറയാത്തല്ലടാ, എന്നെ കുറിച്ച് അറിഞ്ഞുകൂടെ തരാണ്ട എന്നെ കുറിച്ച് മോശം മറ്റുള്ളവരോട് പറയുന്ന. ജീവിക്കാൻ തന്നെ പേടിയാവേണ്ട അളിയാ. 10-26 വയസ്സാവാറായി, ഒരു സമാധാനമില്ലെന്ന് വെച്ചാൽ എങ്ങനെ ജീവിക്കാനാ? വീട്ടിലെ പ്രശ്നം, കടം, EMI, മറ്റേ കറണ്ട് ബില്ല്, ആകെ നക്കപ്പിച്ചിട്ടുള്ള 10 രൂപയാണ്. എന്നിട്ട് വീട്ടുകാർ ആയിരിക്കണ എല്ലാം കേൾക്കുകയും വേണം. അതിന്റെ കൂട്ടത്തിലാണ്ട ഓരോരുത്തർ എന്നെ ഇല്ലാത്ത കൊണ്ടാക്കി പറയുന്നത്. റിയാലിറ്റി എന്നുള്ള മറ്റുള്ളവർക്ക് അറിഞ്ഞല്ലോ, ഓരോരുത്തർ പറയുന്നില്ലേ കേൾക്കും. അപ്പൊ ഓരോരുത്തർ മറ്റുള്ളവർ ചെന്ന് പറയുന്നിട്ട് അവർ വന്ന് പറയുമ്പോണ്ടല്ലോ ഒരു സമാധാനം പോലും ഇല്ലാതെ ജീവിക്കേണ്ട അവസ്ഥ. മനസ്സ് മരിച്ച ആളിയാ ഞാൻ. എന്തൊരു തെറ്റിയിട്ടാണ് എല്ലാവരും കൂടെ എന്റെ കുറ്റി കയറണമെന്ന് എനിക്കറിഞ്ഞു. പോട്ട് സ്നേഹിക്കുന്ന പെണ്ണിന്റെ മുന്നിൽ പോലും ഒരു വിലയില്ല. എടാ അളിയ, ഇതിനൊക്കെ ചാവാനും ഒളിച്ചോടാനും നിന്ന് കഴിഞ്ഞാൽ ജീവിതത്തിൽ അതിനുള്ള സമയം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പല ആൾക്കാരും പലതും നമ്മളെ പറ്റി പറയും, പോസിറ്റീവായിട്ട് പറയും, നെഗറ്റീവായിട്ട് പറയും. പക്ഷെ നമ്മൾ അത് ഒരു ചെവിയുടെ കേട്ട് അപ്പുറത്തെ ചെവിയുടെ കളയുക. എന്നാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. എനിക്ക് നിന്നെ കൊച്ചിലേ തൊട്ടറിയാം. നിന്റെ ക്യാരക്ടർ എന്താണെന്നും നിന്റെ പ്രശ്നങ്ങൾ എന്താണെന്നും എനിക്കറിയാം. എന്റെ പ്രശ്നങ്ങൾ നിനക്കും അറിയാം. 100 പേര് നിന്നെ പറ്റി കുറ്റം പറഞ്ഞാലും നിന്നെ പറ്റി മൊത്തം അറിയാമെന്ന് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. എന്നിട്ട് നീ ഒരിക്കലും ചാവാൻ നിൽക്കരുത്. പിന്നെ EMI പ്രശ്നങ്ങൾ, പൈസയ്ക്ക് ആവശ്യം, വീട്ടിലെ പ്രശ്നങ്ങൾ ഇല്ലാത്ത മനുഷ്യരില്ല. ഇതൊക്കെ എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ നിന്റെ പെണ്ണ്, അവള് നിനക്ക് ഇമോഷണലി ഒരു വില തന്നെ. നീ അവളെ പോവാൻ അനുവദിക്കുക. നീ പൊക്കോ. നിന്നെ മനസ്സിലാക്കണ ഒരുത്തൻ ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിന്റെ കൂട്ടുകാരനായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട്. നിന്നെ മനസ്സിലാക്കി നീ എന്റെ കൂടെ ഉണ്ട്, എന്നെ മനസ്സിലാക്കി നീ എന്റെ കൂടെ ഉണ്ട്. പിന്നെന്താണ് നിന്റെ പ്രശ്നം? വാ പോവാ.